നമസ്കാരം. എക്സലന്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കിങ് സൈഡിൽ 4 പോണുകളും ക്യൂൻ സൈഡിൽ A3യിൽ ഒരു പോണുമാണുള്ളത്. E3യിൽ ഇരിക്കുന്ന നൈറ്റ് ബ്ലാക്ക് ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് പിന്നിങ് ഒഴിവാക്കിക്കൊണ്ട് നൈറ്റിനെ സ്വതന്ത്രമാക്കണം. ബ്ലാക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കിങ് സൈഡിൽ 3 പോണുകളാണ്. G5ൽ ബ്ലാക്കിന് ഡബിൾ പോണുകളാണുള്ളത്. എന്നാൽ ക്യൂൺ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു പ്ലസ് ബ്ലാക്കിനാണ്. കാരണം ക്യൂൺ സൈഡിൽ ഒരു കണക്റ്റഡ് പോൺ ഉള്ളത് കൊണ്ട് ഒരു ഔട്ട്സൈഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ഈ പൊസിഷനിൽ ആദ്യം നീക്കം നടത്തേണ്ടത് ബ്ലാക്കാണ്. പോൺ B5. ബ്ലാക്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്ലാക്കിന് ബിഷപ്പ് ആയതുകൊണ്ട് വൈറ്റിൻ്റെ എല്ലാ പോണുകളെയും വളരെ പെട്ടെന്ന് തന്നെ ലേറ്റ് സ്ക്വയറിലേക്ക് എത്തിക്കുന്നതിനാണ് വൈറ്റ് ശ്രമിക്കുക. ഇപ്പോൾ ബ്ലാക്ക് B5 എന്ന നീക്കത്തിന് പകരം F6 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പോൺ F6, E ക്രോസ് F6, G ക്രോസ് F6. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. G5ലെ ഡബിൾ പോൺ കണക്റ്റഡ് പോണായി മാറിക്കഴിഞ്ഞു. നമുക്ക് അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കാം. A4, KF7, KF3, KE6, KE4, B ക്രോസ് E3, F5 പ്ലസ് KD7, K ക്രോസ് E3, G5, A5, KC6, KD4, B5, A ക്രോസ് B6, K ക്രോസ് B6, KC4, KC6, KD4, A5, KC4, KD6, KB5. KB5 എന്ന നീക്കം നടത്തിക്കൊണ്ട് A5ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. KE5. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് F5ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. വൈറ്റ് ബ്ലാക്കിൻ്റെ ഔട്ട്സൈഡ് പാസ് പോണിനെ വെട്ടിയെടുക്കുമ്പോൾ ബ്ലാക്കിന് വൈറ്റിൻ്റെ കിങ് സൈഡിലുള്ള 3 പോണുകളെയും വെട്ടിയെടുത്തുകൊണ്ട് ഒരു പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ഒരു ക്യൂവിനെ വാഴിച്ചെടുക്കുവാൻ സാധിക്കും. പോൺ G4 എന്ന നീക്കം നടത്തിക്കൊണ്ട് F5ൽ ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. കിങ് F4. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് G4ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ H4. വൈറ്റിൻ്റെ G4ൽ ഇരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നതിന് പകരം H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പോൺ ബ്രേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. G ക്രോസ് H4. H5ൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ G5, കിങ് ക്രോസ് G5, കിങ് ക്രോസ് A5, പോൺ H3, കിങ് B4, പോൺ H2, കിങ് C3, H1 സമം ക്യൂൻ. ഈ ഒരു പൊസിഷനിൽ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താം. B5 എന്ന നീക്കത്തിന് പകരം F6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം ബ്ലാക്കിന് വിജയിക്കാമായിരുന്നു. കിങ് E2. കിങ് E2 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. ബിഷപ്പ് C5, BC5 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ A3യിൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് C2. നൈറ്റ് 3rd റാങ്കിൽ നിന്നും 2nd റാങ്കിലേക്ക് മാറി നിൽക്കുകയും ചെസ് ബോർഡിൻ്റെ ഒരു എഡ്ജ് സ്ക്വയറിലേക്ക് നിയന്ത്രണം വരുന്ന രീതിയിലേക്ക് നീക്കം നടത്തേണ്ടി വരികയും ചെയ്യുന്നു. കിങ് F8. കിങ് F8 എന്ന നീക്കത്തിന് പകരം പോൺ F6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെ E6 എന്ന സ്ക്വയറിലേക്ക് എത്തിക്കുകയും കുറച്ചുകൂടി നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കം KF8 എന്ന നീക്കത്തിന് പകരം F6 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പോൺ F6, കിങ് D3, കിങ് F7, കിങ് E2, കിങ് E6, നൈറ്റ് D4, ചെക്ക്, ബിഷപ്പ് ക്രോസ് D4, കിങ് ക്രോസ് D4, F ക്രോസ് E5 പ്ലസ് F ക്രോസ് E5. എന്നാൽ വൈറ്റിൻ്റെ കിങ് D5ൽ നിന്നും
C5 മാറുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് E5 ഉള്ള പോണിനെ വെട്ടിയെടുക്കാം. അതിനുശേഷം G2 H2 ഉള്ള പോണുകളെ ആക്രമിക്കുവാൻ സാധിക്കും. പോൺ A5, കിങ് C5, പോൺ B4, A ക്രോസ് B4, A ക്രോസ് B4, K ക്രോസ് B4, K ക്രോസ് E5. ഇനി വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണുകളെ വെട്ടിയെടുത്തില്ല എങ്കിൽ ബ്ലാക്ക് വിജയിക്കുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല. കിങ് C5, പോൺ G5, കിങ് C6, പോൺ G4, കിങ് D7, കിങ് E4, കിങ് E6, കിങ് E3, കിങ് E5, കിങ് F2, കിങ് F4, കിങ് ക്രോസ് G2, കിങ് ക്രോസ് G4, കിങ് ക്രോസ് H2. ഇനി ഈ ഒരു പൊസിഷൻ G5 ഇരിക്കുന്ന പോണിനെ കൂടി കിങ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുത്ത ശേഷം ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് D3, വൈറ്റിൻ്റെ കിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ക്യൂൺ സൈഡിലെ പോണുകളെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു. പോൺ A5, നൈറ്റിൻ്റെ B4 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. കിങ് E4, ബിഷപ്പ് G1, BG1 എന്ന നീക്കം നടത്തിക്കൊണ്ട് H2 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ H3, ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇനി G3, H2 എന്നീ സ്ക്വയറുകളിലെ പോണുകളെ ആക്രമിക്കുവാൻ സാധിക്കില്ല. കളിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ ബിഷപ്പും നമുക്ക് നൈറ്റുമാണെങ്കിൽ നമ്മളുടെ എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് ആണെങ്കിൽ ഡാർക്ക് സ്ക്വയറിലേക്കും ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ആണെങ്കിൽ ലൈറ്റ് സ്ക്വയറിലേക്കും നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ഒരു ഡെഡ് പീസായി മാറും. കിങ് E7, കിങ് D5, കിങ് D7. വൈറ്റിൻ്റെ കിങ് വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ച് KD7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ക്ലോസ്ഡ് ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. പോൺ G4, വൈറ്റിൻ്റെ കിങ് സൈഡിൽ വളരെ മനോഹരമായൊരു പോൺ സ്ട്രക്ചറാണ്. ഇങ്ങനെ ഒരു പോൺ സ്ട്രക്ചറുള്ള സമയത്ത് വൈറ്റിന് ഒരു പോൺ ബ്രേക്കിംഗ് നടത്തിക്കൊണ്ട് ഒരു വിന്നിംഗ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ബിഷപ്പ് F2, വൈറ്റിൻ്റെ H4 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുകയും നൈറ്റിൻ്റെ മുൻപിലോട്ടുള്ള നീക്കങ്ങൾ ബിഷപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നൈറ്റ് D4, ND4 എന്ന നീക്കം നടത്തിക്കൊണ്ട് B5 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് ക്രോസ് D4. ഈ ഒരു പൊസിഷനിൽ B ക്രോസ് D4 എന്ന നീക്കത്തിന് പകരം B4 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ വേരിയേഷൻ നോക്കാം. പോൺ B4, A ക്രോസ് B4, A ക്രോസ് B4, NB3, BG3, NC5 പ്ലസ് KE8, KE4, F6, NB3, G5, E cross F6, G cross F4, F cross G7, KF7, ND4, K cross G7, KD3, BF2, NE6 plus NH6, N cross F4, King G5, NG2, BG3, KC4, BD6, KB3, BE7, NE3, KH4, NF5 plus K cross H3, NE7, K cross G4. ഈ ഒരു പൊസിഷനിൽ ഇനി വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കില്ല. കിങ് ക്രോസ് D4, കിങ് C6, പോൺ H4, F5 എന്ന നീക്കത്തിനുള്ള ഒരു സാധ്യത ഈ ഒരു പൊസിഷനിൽ നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് A3 പോണിനെ ആക്രമിക്കുന്നു. A ക്രോസ് B4, വൈറ്റ് A ക്രോസ് B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ വെട്ടിയെടുക്കുമ്പോൾ ബ്ലാക്ക് A5 പോൺ ഉപയോഗിച്ചുകൊണ്ട്
എ ക്രോസ് B4 എന്ന നീക്കം നടത്തും. വൈറ്റിന് ഒരു സമ്മർദ്ദം നൽകുവാൻ സാധിക്കുന്ന ഒരു പോണിനെ ഉണ്ടാക്കിയെടുക്കുവാൻ B4 പോണിന് സാധിക്കുന്നു. എന്നാൽ കിങ് C4, ബ്ലാക്കിൻ്റെ 13ാമത്തെ നീക്കം KC4 എന്ന നീക്കത്തിന് പകരം F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പോൺ ബ്രേക്കിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. F5, G ക്രോസ് F5, G ക്രോസ് F5, പോൺ B3, കിങ് C3, കിങ് D5, പോൺ E6, F ക്രോസ് E6, F6, G ക്രോസ് F6, H5, B2, K ക്രോസ് B2, F5, H6, F4, H7, F3, H8 സമം Q1, പോൺ F2, Q1 H5 പ്ലസ് പോൺ E5, Q1 E2. KC4 എന്ന നീക്കത്തിന് പകരം F5 എന്ന നീക്കമായിരുന്നു നടത്തിയിരുന്നത് എങ്കിൽ വൈറ്റിന് വളരെ തന്ത്രപരമായ ഒരു പോൺ ബ്രേക്കിംഗ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പോൺ B3, കിങ് ക്രോസ് B3, കിങ് D5, ബ്ലാക്കിൻ്റെ കിങ് വൈറ്റിൻ്റെ പോണുകളുടെ അടുത്തേക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോൺ G5, കിങ് E6, ബ്ലാക്കിൻ്റെ 15ാമത്തെ നീക്കം KE6 പകരം KE4 എന്ന നീക്കമാണ് നടത്തുന്നത് എങ്കിൽ വൈറ്റിന് വളരെ സുന്ദരമായ ഒരു പോൺ ബ്രേക്കിംഗ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കിങ് E4, വൈറ്റിൻ്റെ F4 പോണിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. H5, G ക്രോസ് H5, G6, F ക്രോസ് G6, E6. സെൻറ്റർ ഫയലിൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിച്ചു. കിങ് ക്രോസ് F4, E7, H4, E8 സമം Q1. ഇനി കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. കിങ് C4, കിങ് E7, കിങ് B5, വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണൽ ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുത്ത് 7th റാങ്കിൽ ഇരിക്കുന്ന പോണുകളുടെ അടുത്തേക്ക് വൈറ്റിൻ്റെ കിങ്ങിനെ എത്തിക്കുന്നതിനാണ് വൈറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോൺ F6, G ക്രോസ് F6, G ക്രോസ് F6. ബ്ലാക്കിൻ്റെ ഡബിൾ പോണുകൾ കണക്റ്റഡ് പോണുകളായി മാറിക്കഴിഞ്ഞു. എന്നാൽ E ക്രോസ് F6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഒരു ഹൊറിസോണൽ ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ടോ ഡയറക്റ്റ് ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ടോ ഈ ഗെയിം സമനിലയിൽ എത്തിക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. കിങ് C5, വൈറ്റ് E ക്രോസ് F6 എന്ന നീക്കത്തിന് പകരം കിങ്ങിനെ പോണുകളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. കിങ് E6, കിങ് D4. ഇപ്പോൾ F ക്രോസ് E5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിന് വളരെ മനോഹരമായ ഒരു പോണിനെ സെൻറ്റർ ഫയലിൽ വാർത്തെടുക്കുവാൻ സാധിക്കുമായിരുന്നു. കിങ് D7, കിങ് D5, കിങ് E7, പോൺ E6. വൈറ്റ് E ക്രോസ് F6 എന്ന നീക്കം നടത്താതെ E6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഈ ഒരു നീക്കം വളരെയധികം പ്രയാസമുണ്ടാക്കും. കിങ് D8, കിങ് D6, കിങ് E8, പോൺ E7, F5, കിങ് E6. ഇപ്പോൾ G5-ൽ ഒരു പോൺ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പൊസിഷൻ സ്റ്റെയിൽമേറ്റ് ആകുമായിരുന്നു. പോൺ G5, H ക്രോസ് G5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഈ പൊസിഷൻ സ്റ്റെയിൽമേറ്റ് ആകും. എന്നാൽ F ക്രോസ് G5, പോൺ H4, പോൺ G6, പോൺ F3. വൈറ്റും ബ്ലാക്കും പോണുകളെ പ്രൊമോട്ട് ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. G7, F2. ബ്ലാക്കിന് ഒരു നീക്കം നടത്തുവാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരു ക്യൂവിനെ വായിച്ചെടുക്കാം. എന്നാൽ വൈറ്റിന് അടുത്ത നീക്കത്തിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. G8 സമം Q1 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.